ചാൻസലർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് എസ്എഫ്ഐ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറമെ തലസ്ഥാനത്തും വലിയ പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ കടക്കുന്നു. രാവിലെ സംസ്കൃത കോളേജിൽ ബാനർ കെട്ടിയിരുന്നു. ഇപ്പോഴിതാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ബാനർ കെട്ടിയുള്ള പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ കടക്കുന്നു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഡാൻ, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ എത്തുന്നു. ഇതിപ്പോൾ തലസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും വലിയ പ്രതിഷേധങ്ങൾ കാണുന്നു. വിവരങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്നും? രഞ്ജിനി, കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായതുപോലെ ആ ബാനർ ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് അടിച്ച ബാനറിൽ വീണ്ടും കെട്ടിക്കൊണ്ട് പ്രതിഷേധം തീർക്കുന്ന ഒരു ശൈലിയിലേക്ക് എസ്എഫ്ഐ എത്തിയിരുന്നു. സമാനമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയിലും ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എസ്എഫ്ഐ പ്രവർത്തകർ പ്രകടനമായി പുറത്തേക്ക് വരികയാണ്. പുറത്തെത്തിയതിനു ശേഷം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിൽ ബാനർ കെട്ടുന്നതിനുള്ള നീക്കമാണ് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് പോലീസിന്റെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ ബാനറുകൾ വീണ്ടും ഉയർത്തിയപ്പോൾ അതിലെഴുതിയിരുന്ന അതേ പരാമർശങ്ങൾ തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജിലും എസ്എഫ്ഐ പ്രവർത്തകർ ബാനറിൽ എഴുതിയിരിക്കുന്നത്. CPA വ്യക്തയ നാടാണ് എന്ന പരാമർശങ്ങൾ അടക്കം എഴുതിക്കൊണ്ടാണ് ഇപ്പോൾ ബാനർ ഉയർത്തി പുറത്തേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നത്. ഗവർണർ വൈകിട്ട് തലസ്ഥാനത്ത് തിരികെ എത്തുന്ന ഒരു പശ്ചാത്തലമുള്ളതിനാൽ നഗരത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പോലീസ്. ഗവർണർക്കെതിരെ വീണ്ടും പ്രതിഷേധം ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സുരക്ഷ ശക്തമാക്കുന്നത്. അതിനിടയിലാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഗവർണർക്കെതിരെ ശക്തമായ നിലപാടുമായി എസ്എഫ്ഐ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുന്നത്. അതിന്റെ ഭാഗമായാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇപ്പോൾ പ്രകടനം കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അകത്തെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ താമസിക്കാതെ പുറത്തേക്ക് പ്രകടനമായി എത്തി ഇവിടെ ബാനർ കെട്ടി പുറത്തേക്ക് പോകുന്നതിനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിനി, ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വലിയ പ്രതിഷേധം എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഗവർണർക്കെതിരെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ രാവിലെ സംസ്കൃത കോളേജിലാണ് ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി വലിയ പ്രതിഷേധം എസ്എഫ്ഐ കാഴ്ചവെച്ചതെങ്കിൽ ഇതിപ്പോൾ തലസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി കോളേജിലും അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ പോവുകയാണ്. ബാനറുമായി പ്രതിഷേധവുമായി എസ്എഫ്ഐ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. യൂണിവേഴ്സിറ്റി കോളേജിന് പുറത്ത് ഇത്തരത്തിൽ ബാനർ കെട്ടാനാണ് എസ്എഫ്ഐയുടെ നീക്കം. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഡാൻ, എന്തായാലും ഗവർണർ വൈകുന്നേരത്തോടെ തലസ്ഥാനത്ത് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ തലസ്ഥാനത്തും വലിയ പ്രതിഷേധം എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ? സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നതുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷ ഒരുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് അദ്ദേഹം കടന്നു പോകുന്ന വഴിയിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ റൂട്ട് കൃത്യമായി ഏറ്റവും സുരക്ഷിതമായ വഴിയിലൂടെ രാജ്ഭവനിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലും കഴിഞ്ഞ ദിവസം പേട്ടയിലുണ്ടായ പോലെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കാനുള്ള തയ്യാറെടുപ്പാണ് പോലീസ് നടത്തുന്നത്. അതിനിടയിലാണ് എസ്എഫ്ഐ ഗവർണർക്കെതിരായ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ മുദ്രാവാക്യ വിളികളുമായി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നത്. ഗവർണറുടെ കോലം കത്തിക്കാനുള്ള നീക്കം പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. കോലം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുൻപിലേക്ക് മുദ്രാവാക്യ വിളികളുമായി എസ്എഫ്ഐ പ്രവർത്തകർ എത്തുന്നത്. ഒരുപക്ഷെ കോളേജ് കവാടത്തിൽ ഈ ബാനർ സ്ഥാപിക്കുന്ന നീക്കം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകാം. അതല്ല എങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധം കടന്നു പോകാനാണ് സാധ്യത. രജനി, ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ കടക്കുകയാണ്. ബാനർ കെട്ടിയുള്ള പ്രതിഷേധം. ബാനറുമായി എസ്എഫ്ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോളേജിന് പുറത്ത് ആ ബാനർ സ്ഥാപിക്കാനാണ് എസ്എഫ്ഐ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ നീക്കം.
ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തലസ്ഥാനത്തും സമാന രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. മിസ്റ്റർ ചാൻസലർ, ഡോൺ സ്പീക്ക് പോയിസൺ ആൻഡ് പാൻപരാഗോൺ യൂണിവേഴ്സിറ്റീസ് എന്നെഴുതിയ ബാനർ കൊണ്ട് SFI വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ ബാനറുമായി പുറത്തേക്ക് വരികയാണ്. കോളേജിന് പുറത്ത് ബാനർ കെട്ടാനുള്ള നീക്കത്തിലാണ് SFI ഉള്ളത്. എന്തായാലും ഗവർണർ വൈകുന്നേരത്തോടു കൂടി തലസ്ഥാനത്ത് മടങ്ങിയെത്തും. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷ തലസ്ഥാനത്ത് മുഴുവനായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാലിക്കറ്റ് ക്യാമ്പസിനുള്ളിൽ വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ബാനർ അഴിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ SFI നിരവധി ബാനറുകളാണ് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർത്തിയത്. വലിയ പ്രതിഷേധത്തിലേക്ക് SFI കടക്കുകയാണ്. ഇന്ന് 3:30-ക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന സെമിനാർ അടക്കമുള്ളത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഗവർണർ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തും. 9 മണിക്ക് തലസ്ഥാനത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗവർണറുടെ കോലമടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
ചാൻസലർക്കെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് SFI കടക്കുന്നു. ഗവർണറുടെ കോലമടക്കം കത്തിച്ചുള്ള പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്താണ് SFI പ്രവർത്തകർ ചാൻസലറുടെ കോലം കത്തിച്ചിരിക്കുന്നത്.